പത്തനംതിട്ട വാഴമുട്ടത്ത് ഗ്യാസ് സിലിണ്ടർ ചോർന്നു. അടുപ്പുമായി ഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഗ്യാസ് സിലിണ്ടർ ചോരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ചോർച്ചയുണ്ടായ സിലിണ്ടർ വീടിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിനാൽ വലിയ ദുരന്തം ഒഴിവായി. സി.കെ. അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, അതായത് ഈ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് അത് അടുപ്പിലേക്ക് ഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഈ അത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഇത്രയും വലിയ ലീക്ക് വന്നത്? പാചകവാതക സിലിണ്ടറിൽ ചോർച്ചയുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ ചെറിയ ശബ്ദം, അതല്ലെങ്കിൽ സ്മെല്ല്, ഇവ രണ്ടുകൊണ്ടുമാണ് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുക. അതേസമയം ചോർച്ചയുണ്ടാവുകയും വെള്ളപ്പുക വമിക്കുകയും ചെയ്യുന്നത് തീർത്തും അസാധാരണമാണ്. ഇതിനു മുൻപ് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോട് കൂടിയാണ് സംഭവം. പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി രഞ്ജിത്തിന്റെ വീട്ടിലെ അടുക്കളയിൽ പഴയ പാചകവാതക സിലിണ്ടർ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ വേണ്ടി അതിന്റെ ക്യാപ്പ് ഭാഗം അടർത്തി മാറ്റി അത് അടുപ്പുമായി ഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പുറത്തേക്ക് വെള്ളപ്പുക വമിക്കുന്നത് ശ്രദ്ധയിൽ വന്നത്. അപ്പോൾ തന്നെ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ ഭയപ്പെടുകയും സിലിണ്ടർ പുറത്തേക്ക് വലിച്ചെറിയുകയുമാണ് ഉണ്ടായത്. ഇത്തരത്തിൽ സിലിണ്ടറിനുള്ളിലുണ്ടായ ഗ്യാസ് പൂർണ്ണമായും പുറത്തേക്ക് പോയി എന്നുറപ്പാക്കിയ ശേഷം മാത്രമാണ് വീട്ടുകാർക്ക് സമാധാനം വന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ വീട്ടിലേക്ക് പുതിയ ഗ്യാസ് സിലിണ്ടർ സപ്ലൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്വകാര്യ ഏജൻസി വഴി ലഭ്യമായ സിലിണ്ടറാണ്. ഇതിന്റെ സപ്ലൈ ചെയ്തിട്ടുള്ള സ്വകാര്യ ഏജൻസിയുടെ പ്രവർത്തകരുമായി നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അതേസമയം തന്നെ വീട്ടുകാർ ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി എന്നുള്ളത് ഇത് അസാധാരണമായ സംഭവമാണ്, എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പരിശോധിക്കുകയും ഇവർക്ക് പുതിയ സിലിണ്ടർ നൽകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഗ്യാസ് ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചതായാണ് ലഭ്യമായ വിവരം.